ഒരു വൈകുന്നേരം ഏകദേശം ഒരു 6 മണി. ഒരു മെസ്സേജ്. പെട്ടെന്നൊരു ബ്രൗണി ചെയ്തുതരാൻ പറ്റുമോ? ആദ്യം ഒന്ന് ചിന്തിച്ചു. പിന്നെ ഓക്കെ ചെയ്യാം. പിന്നെ ടൈം ഏകദേശം ഒരു 8 മണിന്റെ ഉള്ളിൽ തരാനും പറഞ്ഞു. ബേക്ക് ചെയ്യുന്ന ടൈമും പിന്നെ വീഡിയോ എടുക്കുന്ന ടൈമും. നമ്മൾ സാധാരണ ഒരു ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ കുറച്ചൊരു ടൈം കൂടുതലായിരിക്കും അല്ലെ, നമ്മൾ വീഡിയോ എടുത്തിട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ആ ഒരു സമയമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു 8 മണിന്റെ ഉള്ളിൽ തരാനും പറഞ്ഞു. അപ്പൊ കസ്റ്റമർ ആക്കിക്കോ എന്ന് പറഞ്ഞു. 1/4 കപ്പ് കൊക്കോ പൗഡറും 1/4 കപ്പ് മൈദയും, അങ്ങനെ ടോട്ടൽ 1 കപ്പ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ വാൻലിയറിന്റെ ചോക്ലേറ്റ് ആണ് എടുത്തത്. ഒരു 200 ഗ്രാം അളവിൽ ചോക്ലേറ്റും 100 ഗ്രാം ബട്ടറും ചേർത്തിട്ട് നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. ഉയരം കൂടുന്തോറും ചായന്റെ സ്വാദും കൂടും എന്ന് ലാലേട്ടൻ പറഞ്ഞ പോലെ ചോക്ലേറ്റ് മാറുന്തോറും ബ്രൗണിന്റെ ആ ഒരു ടേസ്റ്റിലും ആ ഒരു മാറ്റം കാണാനുണ്ട്. കാരണം വാൻലിയർ കുറച്ചൊരു ക്വാളിറ്റി ഉള്ള ചോക്ലേറ്റ് ആണ്, അതിന് റേറ്റും കുറച്ച് കൂടുതലാണ്. അപ്പൊ ആ ഒരു ടേസ്റ്റ് ആ ബ്രൗണി കഴിക്കുന്ന സമയത്ത് കിട്ടാനുണ്ട്. ഇപ്പൊ കാണിച്ച ആ ഒരു മെത്തേഡിൽ ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ 50 സെക്കൻഡ് ഓവനിൽ വെച്ചിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുക ചെയ്തത്. അപ്പൊ ഇത് ചോക്ലേറ്റ് നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് ചോക്ലേറ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് 3 മുട്ട, 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. പൊടിച്ച പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കുക, എന്നാൽ ഇത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അലിഞ്ഞു കിട്ടുള്ളൂ. ഇനി 1 ടീസ്പൂൺ വനില എസൻസും ചേർത്തിട്ട് ബീറ്റ് ചെയ്യാം. കേക്കിന് ബീറ്റ് ചെയ്യുന്ന പോലെ നല്ല ഫ്ലഫി ആയിട്ട് വരൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പഞ്ചസാര അലിയുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇത് പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഇതാ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ച ചോക്ലേറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ആ ചോക്ലേറ്റിന് ചെറിയൊരു ചൂടോടെ തന്നെയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പൊ ഇതാ രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ കേക്കിന് മിക്സ് ചെയ്യുമ്പോൾ സ്ലോ ആയിട്ട് ചെയ്യണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് 10 ഇഞ്ചിന്റെ ഒരു പാനാണ്. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഹാസൽനട്ടും പിന്നെ കുറച്ച് കാഷ്യൂം എടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30-35 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നമുക്കിത് പാനിൽ വേണമെങ്കിലും ചെയ്യാം. പഴയ ഒരു ബിരിയാണി പോട്ട് ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 35 മിനിറ്റ് ഒക്കെ ഇത് ബേക്ക് ചെയ്തെടുക്കാം. ബ്രൗണി ബേക്കാൻ വെച്ചിട്ട് വെറുതെ ഒന്ന് ഫോൺ എടുത്തതാ, അപ്പോഴതാ ഒരു മെസ്സേജ്, ബ്രൗണി വേണ്ടാട്ടോന്ന്, കുറെ ലേറ്റ് ആവും, ബേക്കറിന്ന് വാങ്ങിക്കോളാന്ന്. അപ്പൊ എന്റെ തെറ്റാണ്. അവര് കുറച്ച് നേരത്തെ മെസ്സേജ് അയച്ചിന്, പക്ഷെ ഞാൻ ആ മെസ്സേജ് കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് കസ്റ്റമറോട് അങ്ങനെ പ്രത്യേകിച്ച് ദേഷ്യമൊന്നും തോന്നിയിട്ടില്ല. എന്തായാലും ബ്രൗണി എന്തായാലും വേസ്റ്റ് ആവൂലല്ലോ, നമ്മൾ കഴിക്കും. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആർക്കെങ്കിലും ഒരു ഓർഡർ കൊടുത്തിട്ട് അതെന്തെങ്കിലും ഒരു കാരണത്താൽ നിങ്ങൾ അത് ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് മെസ്സേജ് അയച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടും അവർ ആ മെസ്സേജ് നോക്കുന്നില്ലെങ്കിൽ ഒന്ന് കോൾ ചെയ്തിട്ട് പറയാനുള്ള ഒരു മാന്യതയെങ്കിലും കാണിക്കുക. കാരണം നമ്മളൊരു ഓർഡർ കിട്ടുന്ന സമയത്ത് നമ്മളെ വീട്ടിലെ ബാക്കിയുള്ള പണിയും കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നല്ല അടിപൊളി ചോക്ലേറ്റ് ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.